സെറ്റ്സ് ചാപ്റ്റർ 1 പാർട്ട് 6. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെൻ ഡയഗ്രാം. ദ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് സെറ്റ് ഈസ് കോൾഡ് വെൻ ഡയഗ്രാം. അതായത് ഒരു സെറ്റിനെ നമ്മൾ ഡയഗ്രത്തിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് വെൻ ഡയഗ്രാം എന്ന് പറയുന്നത്. ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പുണ്ട്, രണ്ട് സർക്കിൾ ഷേപ്പുകളുണ്ട്. ഈ റെക്റ്റാങ്കിൾ ഷേപ്പ് യൂണിവേഴ്സൽ സെറ്റിനെയാണ് കാണിക്കുന്നത്. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സൂപ്പർ സെറ്റ് ആണ്. അതായത് ഈ സൂപ്പർ സെറ്റുകൾക്ക് കുറേ സബ് സെറ്റുകൾ കാണും. അതിൽ തന്നെ രണ്ട് സബ് സെറ്റുകളാണ് എയും ബിയും. അതിനെ നമ്മൾ സർക്കിളിൻ്റെ സഹായത്തോടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഫിഗറിൽ തന്നെ എ എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റാണ്. അതായത് എയ്ക്കുള്ളിലെ എല്ലാ എലമെൻസും ബിക്കുള്ളിലും കാണും. അതുകൊണ്ടാണ് ബിക്കകത്ത് എനെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഫിഗറിൽ എ സബ്സെറ്റു ബി ആണ്. ഈ എയും ബിയിലുള്ള എല്ലാ എലമെൻസും ആരിലും ഉണ്ട്? യൂണിവേഴ്സൽ സെറ്റിലും ഉണ്ട്. അതുകൊണ്ടാണ് റെക്റ്റാങ്കിളാണ് യൂണിവേഴ്സൽ സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിനുള്ളിലാണ് എയും ബിയും എന്ന് പറയുന്ന സെറ്റ് കാണിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെറ്റിലെ ഓപ്പറേഷൻസ് ആണ്. ആദ്യത്തേത് യൂണിയൻ ഓഫ് സെറ്റ്. യൂണിയൻ ഓഫ് സെറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് സെറ്റുകളെ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന പുതിയൊരു സെറ്റിനെയാണ് നമ്മൾ യൂണിയൻ ഓഫ് സെറ്റ് എന്ന് വിളിക്കുന്നത്. അതിനെ യു എന്ന് പറയുന്ന സിമ്പൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. ഇവിടെ എ ഈക്വൽ ടു സെറ്റ് ഓഫ് 2, 3, 4, ബി ഈക്വൽ ടു സെറ്റ് ഓഫ് 4, 5, 6. അപ്പോൾ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സെറ്റിലെയും എലമെൻസിനെയും ഒരുമിച്ച് എഴുതുമ്പോൾ കിട്ടുന്ന ഒരു പുതിയ സെറ്റ്, അതിനാണ് നമ്മൾ എ യൂണിയൻ ബി എന്ന് വിളിക്കുന്നത്. അപ്പോൾ നോക്കിയേ, പുതിയ സെറ്റിലെ എലമെൻറ്റ്സ് ആരൊക്കെയാണ്? 2, 3, 4, 5, 6. അപ്പോൾ ഇതിൽ ഈ സെറ്റിൽ പുതിയ സെറ്റിൽ എയുടെ എലമെൻസും ഉണ്ട്, ബിയുടെ എലമെൻസും ഉണ്ട്. അപ്പോൾ യൂണിയൻ ഓഫ് സെറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? കമ്പൈനിങ് ഓൾ ദ എലമെൻറ്റ്സ് ഓഫ് എ ആൻഡ് ബി. എയുടെയും ബിയുടെയും എലമെൻസിനെ എല്ലാം ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് എഴുതുക. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ വെൻ ഡയഗ്രാമത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാം? ആദ്യം റെക്റ്റാങ്കിൾ വരയ്ക്കണം. അതാണ് നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ്. അതിൽ രണ്ട് സബ്സെറ്റാണ് എയും ബിയും. ഈ എയുടെയും ബിയുടെയും എലമെൻസിനെ കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എ യൂണിയൻ ബി. അതുകൊണ്ട് തന്നെ നമ്മൾ എനെയും ബിനെയും ഒരുമിച്ച് ഷെയ്ഡ് ചെയ്യും. ഇവിടെ നോക്കിയേ, നടുക്ക് എക്കും ബിക്കും ഒരു കോമൺ പാർട്ടുണ്ട്. ഒരു രണ്ട് കർവ്, സർക്കിളിൻ്റെ രണ്ട് കർവുകൾ തമ്മിൽ കൂടിച്ചേർന്ന് ഒരു കോമൺ പാർട്ട് ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. ഈ കോമൺ പാർട്ട് എന്തിനു വേണ്ടിയുള്ളതാ? എക്കും ബിയിലും ഏതെങ്കിലും ഒരു കോമൺ എലമെൻ്റ് ഉണ്ടെങ്കിൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സ്പേസാണ് ഇത്. നമുക്ക് തന്നിരിക്കുന്ന സെറ്റിൽ 4 എന്ന് പറയുന്ന എലമെൻറ്റ് എക്കും ബിക്കും കോമൺ ആണ്. അപ്പോൾ 4നെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ സ്പേസിൽ ആയിരിക്കും. അപ്പോൾ എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ എയുടെയും ബിയുടെയും എല്ലാ എലമെൻസിനെയും കമ്പൈൻ ചെയ്ത് എഴുതുമ്പോഴാണ് നമുക്ക് എ യൂണിയൻ ബി കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എനെയും ബിനെയും ഒരുമിച്ച് ഷെയ്ഡ് ചെയ്ത് ഈ വെൻ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ഓപ്പറേഷൻ ഓഫ് യൂണിയൻ. അതായത് ഈ യൂണിയൻ ചില പ്രോപ്പർട്ടീസൊക്കെ സാറ്റിസ്ഫൈ ചെയ്യും. ഒന്നാമത്തത് കമ്മ്യൂട്ടേറ്റീവ് ലോ ആണ്. കമ്മ്യൂട്ടേറ്റീവ് നമുക്കറിയാം, അഡീഷൻ എപ്പോഴും കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കും. അതായത് എ പ്ലസ് ബി തന്നെയായിരിക്കും ബി പ്ലസ് എയും. അപ്പോൾ ആ സെയിം പ്രോപ്പർട്ടി തന്നെയാണ് ഇവിടെയും പറയുന്നത്. എന്താണ്? എ യൂണിയൻ ബി തന്നെയായിരിക്കും ബി യൂണിയൻ എ എന്ന് പറയുന്നത്. ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. എ ഈക്വൽ ടു സെറ്റ് ഓഫ് 1, 2, 3, 4, ബി ഈക്വൽ ടു സെറ്റ് ഓഫ് 4, 5, 6, സി ഈക്വൽ ടു 8, 9, 10. ഈ കമ്മ്യൂട്ടേറ്റീവ് എടുക്കുമ്പോൾ നമ്മൾ രണ്ട് സെറ്റ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. 3 സെറ്റും കൺസിഡർ ചെയ്യാം, പക്ഷെ നമ്മളിവിടെ രണ്ട് സെറ്റ് കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എയുടെയും ബിയുടെയും എലമെൻസിനെ ഒരുമിച്ച് യോജിപ്പിച്ചെഴുതുമ്പോൾ കിട്ടുന്ന പുതിയ സെറ്റിനെയാണ് എ യൂണിയൻ ബി എന്ന് വിളിക്കുന്നത്. അപ്പോൾ എനെയും ബിനെയും തമ്മിൽ യോജിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എലമെൻറ്റ്സ് ആരൊക്കെയാണ്? 1, 2, 3, 4, 5, 6. ഇനി ബിനെയും എനെയും തമ്മിൽ യോജിപ്പിച്ച് എഴുതുമ്പോഴും കിട്ടുന്ന സെറ്റിലെ എലമെൻറ്റ്സ് ആരൊക്കെയാണ്? 1, 2, 3, 4, 5, 6. അപ്പോൾ എ യൂണിയൻ ബിയും ബി യൂണിയൻ എയും എന്താണ്? ഈക്വൽ ആണ്. അപ്പോൾ യൂണിയൻ ഓഫ് സെറ്റ് കമ്മ്യൂട്ടേറ്റീവ് ലോ സാറ്റിസ്ഫൈ ചെയ്യും. ഇനി അടുത്ത സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അസോസിയേറ്റീവ് ലോ ആണ്. അതായത് യൂണിയൻ അസോസിയേറ്റീവ് ലോയും സാറ്റിസ്ഫൈ ചെയ്യും. അസോസിയേറ്റീവ് ലോ എന്താണ്? എ യൂണിയൻ ബി യൂണിയൻ സി. അതായത് ആദ്യം എ യൂണിയൻ ബി കണ്ടുപിടിക്കുക, എന്നിട്ട് യൂണിയൻ സി ചെയ്യുക. അതായത് എ യൂണിയൻ ബി ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറിനെ സിയോടുകൂടി യൂണിയനാക്കി എഴുതുക. അതെന്തിനോട് ഈക്വലായിരിക്കും? എ യൂണിയൻ
ബി യൂണിയൻ സിയോട് തുല്യമായിരിക്കും. അതായത് ബി യൂണിയൻ സി പ്രത്യേകം കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ കൂടെ എ എന്ന് പറയുന്ന സെറ്റ് കൂട്ടുമ്പോൾ കിട്ടുന്ന സെറ്റും എ യൂണിയൻ ബി കണ്ടുപിടിച്ചിട്ട് യൂണിയൻ സിയോട് കൂട്ടുന്ന സെറ്റും തുല്യം ആയിരിക്കും. നമുക്ക് ആ സിമിലർ എക്സാമ്പിൾ വെച്ച് തന്നെ അസോസിയേറ്റീവ് ലോയും കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ എ ഈക്വൽ ടു സെറ്റ് ഓഫ് 1 2 3, ബി ഈക്വൽ ടു സെറ്റ് ഓഫ് 4 5 6, സി ഈസ് ഈക്വൽ ടു 8 9 10. നമുക്കറിയാം എ യൂണിയൻ ബി എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും എലമെൻസിനെ തമ്മിൽ യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന പുതിയ സെറ്റാണ്. അപ്പോൾ എയുടെയും ബിയുടെയും എലമെൻസിനെ തമ്മിൽ യോജിപ്പിക്കുമ്പോൾ എന്ത് കിട്ടും? സെറ്റിലെ എലമെൻറ്റ്സ് ആരൊക്കെയാണ്? 1 2 3 4 5 6. ഇനി ഈ കിട്ടുന്ന എലമെൻസിനെ സിയോടുകൂടി യൂണിയൻ ചേർക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പുതിയ സെറ്റ് ഏതൊക്കെയാണ്? എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 യൂണിയൻ സിയുടെ എലമെൻറ്റ്സ് ആരൊക്കെയാണ്? 8 9 10. അപ്പോൾ കിട്ടുന്ന പുതിയ എലമെൻറ്റ്സിൽ 1 2 3 4 5 6 8 9 10 എയുടെയും ബിയുടെയും സിയുടെയും എലമെൻറ്റ്സ് എല്ലാം ചേർന്ന് ഒരു പുതിയ സെറ്റ് കിട്ടും. അപ്പോൾ എ യൂണിയൻ ബി എടുത്തിട്ട് യൂണിയൻ സി ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ എ യൂണിയൻ ബി യൂണിയൻ സി ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? 1 2 3 4 5 6 8 9 10 എന്ന് പറയുന്ന സെയിം എലമെൻറ്റ് തന്നെ കിട്ടും. അപ്പോൾ അസോസിയേറ്റീവ് ലോയും എന്തിൽ? യൂണിയൻ ഓഫ് സെറ്റിൽ സാറ്റിസ്ഫൈഡ് ആണ്. ഇതുപോലെ തന്നെ ലോ ഓഫ് ഫൈ നമുക്കറിയാം. ഏത് സെറ്റും ഫൈയോട് യൂണിയൻ ചേർത്താൽ എന്ത് തന്നെ കിട്ടും? ആ സെറ്റ് തന്നെ കിട്ടും. നമുക്കറിയാം ഫൈ എന്ന് പറയുന്നത് നൾ സെറ്റാണ്. അപ്പോൾ എ എന്ന് പറയുന്ന ഒരു സെറ്റും ഫൈയും കൂടെ യൂണിയൻ അതായത് കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? എ കിട്ടും. അപ്പോൾ എ ഈക്വൽ ടു 1 2 3. ഫൈ എന്ന് പറഞ്ഞാൽ നൾ സെറ്റാണ്. അപ്പോൾ 1 2 3 യൂണിയൻ ഫൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സെറ്റ് ഓഫ് 1 2 3 തന്നെ കിട്ടും. ഇനി ലോ ഓഫ് യു. യു എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റാണെന്ന് നമുക്ക് അറിയാം. ഒരു സെറ്റ് യുവോടുകൂടി അതായത് യൂണിവേഴ്സൽ സെറ്റായിട്ട് യൂണിയൻ ആയാൽ, അതായത് എ യൂണിയൻ യു ആയാൽ കിട്ടുന്ന എലമെൻറ്റ്സ് എന്ത് തന്നെയായിരിക്കും? യൂണിവേഴ്സൽ സെറ്റ് തന്നെയായിരിക്കും ഉത്തരം. കാരണം എ യൂണിയൻ യു ചെയ്യുമ്പോൾ, അതായത് എനെയും യൂണിവേഴ്സൽ സെറ്റിനെ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന എലമെൻറ്റ്സ് എന്ത് തന്നെയായിരിക്കും? യൂണിവേഴ്സൽ സെറ്റിലെ അതേ എലമെൻറ്റ്സ് തന്നെ ആയിരിക്കും. അപ്പോൾ എ യൂണിയൻ യു എന്ന് പറഞ്ഞാൽ യു തന്നെയാണ് ഉത്തരം. ഇനി ഇഡംപൊട്ടൻറ്റ് ലോ. ഇഡംപൊട്ടൻറ്റ് ലോ എന്ന് പറഞ്ഞാൽ എയോട് തന്നെ യൂണിയൻ ആകുക. അപ്പോൾ കിട്ടുന്ന എലമെൻറ്റ്സ് എന്ത് തന്നെയായിരിക്കും? എ തന്നെ ആയിരിക്കും. അതായത് എ ഈക്വൽ ടു സെറ്റ് ഓഫ് 1 2 3. സെറ്റ് ഓഫ് 1 2 3 സെറ്റ് ഓഫ് 1 2 3യോട് തന്നെ യൂണിയൻ ആയാൽ കിട്ടുന്ന ഉത്തരം എന്ത് തന്നെയായിരിക്കും? 1 2 3 തന്നെ ആയിരിക്കും. അതാണ് പറഞ്ഞിരിക്കുന്നത് ഇഡംപൊട്ടൻറ്റ് ലോ. എ യൂണിയൻ എ എന്ന് പറയുന്നത് എ തന്നെ ആയിരിക്കും. ഇനി രണ്ടാമത്തെ ഓപ്പറേഷനാണ്. നമ്മൾ യൂണിയൻ ഓഫ് സെറ്റ് കണ്ടു. ഇനി അതുപോലെ തന്നെ വേറൊരു ഓപ്പറേഷനാണ് ഇൻ്റർസെക്ഷൻ ഓഫ് സെറ്റ്. ഇൻ്റർസെക്ഷൻ ഓഫ് സെറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എയിലെയും ബിയിലെയും എലമെൻറ്റ്സിൽ കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സിനെ എടുത്തെഴുതുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിയേ, സെറ്റ് ഓഫ് 1 2 3 4. ബിയിലുള്ള എലമെൻറ്റ്സ് ആരൊക്കെയാണ്? 2 3 4. അപ്പോൾ എയിലും 2 ഉണ്ട്, ബിയിലും 2 ഉണ്ട്, ബിയിലും 3 ഉണ്ട്, എയിലും 3 ഉണ്ട്, എയിലും 4 ഉണ്ട്, ബിയിലും 4 ഉണ്ട്. അപ്പോൾ നമുക്ക് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ഈ കോമൺ എലമെൻറ്റ്സ് മാത്രമുള്ള സെറ്റാണ് കിട്ടുന്നത്. എ ഇൻ്റർസെക്ഷൻ ബി നമ്മൾ യൂണിയനിൽ സിമ്പിൾ യു ആയിരുന്നു. ആ യു തിരിച്ചിടുമ്പോൾ കിട്ടുന്ന സിമ്പിളാണ് ഇൻ്റർസെക്ഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ എക്സാമ്പിളിൽ സെറ്റ് ഓഫ് 2 3 4 ആണ്. 2 3 4 എന്ന് പറയുന്ന എലമെൻറ്റ് എയിലുമുണ്ട്, 2 3 4 എന്ന് പറയുന്ന എലമെൻറ്റ് ബിയിലും ഉണ്ട്. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ 2 3 4 ആണ്. അല്ലെങ്കിൽ കോമൺ എലമെൻറ്റ്സ് തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ, രണ്ട് സെറ്റിൻ്റെ കോമൺ എലമെൻറ്റ്സിനെ തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്ന പുതിയ സെറ്റിനെയാണ് നമ്മൾ ഇൻ്റർസെക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു വെൻ ഡയഗ്രത്തിൽ 2 സർക്കിൾ വരച്ചാൽ, അതായത് സർക്കിൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് സബ്സെറ്റിനെയാണ്. ആ 2 സബ്സെറ്റുകളും തമ്മിൽ ഒരു കോമൺ പാർട്ടുണ്ട്. ആ കോമൺ പാർട്ട് എന്താണ്? ഈ കോമൺ എലമെൻറ്റ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സ്പേസാണ്. അപ്പോൾ നമുക്ക് ഈ കോമൺ എലമെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സ്പേസിന്
കണ്ടോ 2 3 4 ആണ് എയ്ക്കും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ്. ആ എലമെൻറ്റ്സിനെ നമുക്ക് ഇവിടെ എഴുതാം. പിന്നെ എയിൽ മിച്ചമുള്ള 1നെ നമ്മൾ ഇവിടെയും എഴുതി. അപ്പോൾ കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന പാർട്ടാണ് ഇത്. അപ്പോൾ നമ്മൾ ഇൻ്റർസെക്ഷൻ്റെ വെൻ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഈ സെൻറ്റർ പാർട്ട് മാത്രം, അതായത് ഈ കോമൺ പാർട്ട് മാത്രം ഷെയ്ഡ് ചെയ്ത് കാണിച്ചാൽ മതിയാകും. ഈ പ്രോപ്പർട്ടീസ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് സെറ്റ്സ്. യൂണിയൻ ഓഫ് സെറ്റ്സ് പോലെ തന്നെ ഇൻ്റർസെക്ഷൻ ഓഫ് സെറ്റ്സും ചില പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ആദ്യത്തേത് കമ്മ്യൂട്ടേറ്റീവ് ലോ. ഇവിടെ കമ്മ്യൂട്ടേറ്റീവ് ലോ എങ്ങനെയാണ്? എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ബി ഇൻ്റർസെക്ഷൻ എയോട് തുല്യമാണ്. അസോസിയേറ്റീവ് ലോ, എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സിയോട് തുല്യമാണ്. ലോ ഓഫ് ഫൈ. നമുക്കറിയാം എ എന്ന് പറയുന്ന സെറ്റിൽ സബ്സെറ്റായിട്ട് ഫൈ വരും. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ഫൈ എടുക്കുമ്പോൾ എയിലും കോമൺ ആയിട്ട് ഫൈ ഉണ്ട് അല്ലേ? അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ഫൈ എടുക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? ഫൈ തന്നെ ആയിരിക്കും. ഇനി ലോ ഓഫ് യു. യു എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റ്. യൂണിവേഴ്സൽ സെറ്റുമായിട്ടുള്ള ലോ എങ്ങനെയായിരിക്കും? യൂണിവേഴ്സൽ സെറ്റിൻ്റെ അകത്ത് ഉള്ള ഒരു സബ്സെറ്റാണ് എ എന്ന് പറയുന്നത്. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റിലും എ ഉണ്ട്. അപ്പോൾ രണ്ടു പേർക്കും കോമൺ ആയിട്ടുള്ളത് എന്ത് സെറ്റ് തന്നെയാണ്? എ എന്ന് പറയുന്നൊരു സെറ്റ് തന്നെയാണ്. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ യു എടുക്കുമ്പോൾ കിട്ടുന്നത് യു തന്നെ എ തന്നെ ആണ്. ഇനി ഇടം പൊട്ടൻ്റ് ലോ. എ ഇൻ്റർസെക്ഷൻ എയോട് തന്നെ ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ കിട്ടുന്ന ഉത്തരവും എ തന്നെയായിരിക്കും. കാരണം രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഒന്ന് തന്നെയാണല്ലേ. ഇനി യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് വ്യത്യസ്തമായി ഇൻ്റർസെക്ഷൻ ഓഫ് സെറ്റ്സിന് പ്രത്യേകമായിട്ടുള്ള ഒരു ലോയാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്താണ് പറയുന്നത്? എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ സി എന്ന് പറയുന്നത് എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ എ യൂണിയൻ സിയോട് തുല്യം ആണ്. അതുപോലെ തന്നെ എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി എന്ന് പറയുന്നത് എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ ഇൻ്റർസെക്ഷൻ സിയോട് തുല്യമാണ്. ഇനി അടുത്തൊരു പ്രോപ്പർട്ടി, അടുത്തൊരു ഓപ്പറേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഡിഫറൻസ് ഓഫ് സെറ്റ് ആണ്. ഡിഫറൻസ് ഓഫ് സെറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സബ്ട്രാക്ഷനാണ് ഇവിടെ സംഭവിക്കുന്നത്. അതായത് ഒരു സെറ്റിൽ നിന്ന് മറ്റൊരു സെറ്റ് മൈനസ് ചെയ്യുക അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുക. ഇവിടെ നോക്കിയേ, എ ഈക്വൽ ടു സെറ്റ് ഓഫ് 1 2 3 4, ബി ഈക്വൽ ടു സെറ്റ് ഓഫ് 3 4 5 6 7. അതായത് എയിൽ നിന്ന് ബി കുറയ്ക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. എയിൽ നിന്ന് ബി കുറയ്ക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ എയിലുള്ള ബിയുടെ എലമെൻറ്റ്സ് നമ്മൾ എഴുതത്തില്ല. എയിൽ നമുക്കറിയാം 3ഉം 4ഉം ബിയുടെ എലമെൻറ്റ്സ് ആണ്. അപ്പോൾ എയിൽ നിന്ന് ബി കുറയ്ക്കുമ്പോൾ ഈ എലമെൻറ്റ്സ് നമ്മൾ എഴുതത്തില്ല. അപ്പോൾ മിച്ചമുള്ള എലമെൻറ്റ്സ് ആരൊക്കെയാണ്? 1ഉം 2ഉം. അതായത് ബിയിലുള്ള ഒരു എലമെൻറ്റ്സും നമ്മൾ കിട്ടുന്ന ആൻസറിൽ എഴുതത്തില്ല. ഇത് എയിലുള്ള ബിയുടെ കോമൺ പാർട്ടുകൾ നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കളയും. അപ്പോൾ കിട്ടുന്ന പുതിയ സെറ്റ് എന്തായിരിക്കും? സെറ്റ് ഓഫ് 1 2. സെറ്റ് ഓഫ് 1 2 എന്ന് പറയുന്നത് 1ഉം 2ഉം എയുടെ മാത്രം എലമെൻറ്റ് ആയിരിക്കും. അപ്പോൾ ഒരു സെറ്റിൽ നിന്ന് മറ്റൊരു സെറ്റ് കുറയ്ക്കുമ്പോൾ കുറയ്ക്കുന്ന സെറ്റിലുള്ള ഒരു എലമെൻറ്റ്സും കിട്ടുന്ന ഉത്തരത്തിൽ വരത്തില്ല. ഏത് സെറ്റിൽ നിന്നാണോ കുറയ്ക്കുന്നത് അതിൻ്റെ സ്വന്തമായിട്ടുള്ള എലമെൻറ്റ്സ് മാത്രമേ ഉത്തരത്തിൽ വരത്തുള്ളൂ. ഇവിടെ നോക്കിയേ, 1ഉം 2 എന്ന് പറയുന്നത് എയുടെ മാത്രം എലമെൻറ്റ്സ് ആണ്. അപ്പോൾ ഉത്തരത്തിൽ വരുന്ന എലമെൻറ്റ്സും ആരൊക്കെയാണ്? 1ഉം 2ഉം മാത്രമാണ്. അപ്പോൾ ഇവിടെ നോക്കിയേ, വെൻ ഡയഗ്രത്തിൽ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയിലുള്ള എലമെൻറ്റ്സ് മാത്രമേ വരുന്നുള്ളൂ. കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സും വരുന്നില്ല, ബിയിലുള്ള എലമെൻറ്റ്സും വരുന്നില്ല. അപ്പോൾ എയുടെ പാർട്ട് മാത്രമേ ഷെയ്ഡ് ചെയ്ത് കാണിച്ചിട്ടുള്ളൂ. കോമൺ പാർട്ടും ബിയും നമ്മൾ ഷെയ്ഡ് ചെയ്ത് കാണിച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് എ മൈനസ് ബിയുടെ വെൻ ഡയഗ്രാം. ഇനി ഡിസ്ജോയിൻ്റ് സെറ്റ്. ഡിസ്ജോയിൻ്റ് സെറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? എയ്ക്കും ബിക്കും കോമൺ ആയിട്ട് ഒരു എലമെൻറ്റ്സും ഇല്ലെങ്കിൽ നോക്കിയേ, അതിൻ്റെ വെൻ ഡയഗ്രാം ഇങ്ങനെയായിരിക്കും.
കാരണം കോമൺ ആയിട്ട് വല്ല എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഇവർ തമ്മിൽ ഒരു ചെറിയൊരു ജോയിൻ പോർഷൻ നമ്മൾ കണ്ടേനെ. പക്ഷേ എയ്ക്കും ബിക്കും കോമൺ ആയിട്ട് ഒരു എലമെൻറ്റ്സും ഇല്ലെങ്കിൽ കിട്ടുന്ന സെറ്റാണ് ഡിസ്ജോയിൻറ്റ് സെറ്റ്. ആ ഡിസ്ജോയിൻറ്റ് സെറ്റിൻ്റെ വെൻ ഡയഗ്രാം ഇങ്ങനെയായിരിക്കും നമ്മൾ വരയ്ക്കുന്നത്. ആദ്യം റെക്റ്റാങ്കിൾ വരച്ചിട്ട് യൂണിവേഴ്സൽ സെറ്റ് അടയാളപ്പെടുത്തും. എയും ബിയും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് കാണും. കാരണം എന്താ, എയ്ക്കും ബിക്കും കോമൺ ആയിട്ട് ഒരു എലമെൻറ്റും ഇല്ല.